ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നമ്മുടെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ തലശ്ശേരി പുതിയ സ്റ്റാൻഡിൽ നിന്നാണ് KSRTC ബസ്സിലാണ് കൊട്ടിയൂരേക്ക് പോകുന്നത്. ഇവിടുന്ന് എല്ലാ കൊല്ലവും KSRTCൻ്റെ സ്പെഷ്യൽ സർവീസ് കൊട്ടിയൂരേക്ക് ഉത്സവ സമയത്ത് ഉണ്ടാവലുണ്ട്. ഇവിടുന്ന് 73 രൂപയാണ് ഒരാൾക്ക് ബസ് ചാർജ് ആകുന്നത്. തലശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ടാകും കൊട്ടിയൂരേക്ക്. KSRTC അല്ലാണ്ട് പ്രൈവറ്റ് ബസ്സുകളും ഇവിടുന്ന് കൊട്ടിയൂരേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊട്ടിയൂർ എത്തിക്കഴിഞ്ഞാൽ പ്രധാന പ്രത്യേകതകളിലൊന്നാണ് ഈ ഓടപ്പൂവ് എന്ന് പറയുന്നത്. ഓടപ്പൂവ് നമുക്ക് കൊട്ടിയൂരിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. കൊട്ടിയൂർ പോയി കഴിഞ്ഞാൽ ഓടപ്പൂവ് വാങ്ങിയിട്ട് വീട്ടിൽ വരണം എന്നാണ് ഐതിഹ്യം. ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ വീട്ടിലും അതുപോലെ വാഹനങ്ങളിലും ഓടപ്പൂവ് വെക്കുന്നതാണ്. ബാവലിപ്പുഴേൻ്റെ അപ്പുറത്തിപ്പുറത്തായിട്ട് നമ്മളെ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. അപ്പം ഞാനിപ്പോൾ അക്കരെ കൊട്ടിയൂരേക്കാണ് പോകുന്നത്. ഞാൻ കൊട്ടിയൂർ പോയ സമയം എന്ന് വെച്ചാൽ വർക്കിംഗ് ഡേ ആണ്. അതുപോലെ ഉത്സവത്തിൻ്റെ ഫസ്റ്റ് തുടക്കം ഉള്ള സമയങ്ങളിലായതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. അതുപോലെ പുഴയിൽ ഇറങ്ങുന്നതിനൊക്കെ നിയന്ത്രണമൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നു ഞാൻ പോയത്. ഇപ്പോൾ ഒഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുഴയിൽ ഇറങ്ങുന്നതിനൊക്കെ നിയന്ത്രണമുണ്ട് കൊട്ടിയൂർ. പിന്നെ കൊട്ടിയൂരിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഈ കല്ലുകൾ തമ്മിൽ ഉരച്ച് കഴിഞ്ഞാൽ ചന്ദനം കിട്ടുന്നു, ഭസ്മം കിട്ടുന്നൊക്കെ പറയുന്നത്. ഇതിന് സയൻറ്റിഫിക് പരമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ വിശ്വാസപരമായിട്ട് നമ്മളിതിനെ ചന്ദനമായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ചന്ദനമാണ് കിട്ടിയത്. ഞാനത് നെറ്റിയിൽ തൊട്ടു. ഇതിന് സയൻറ്റിഫിക് പരമായിട്ട് കാര്യങ്ങളുണ്ടോയെന്നൊന്നും അറിയില്ല. വിശ്വാസപരമായിട്ട് ചന്ദനം ആയിട്ടാണ് കാണുന്നത്. ചന്ദനം കിട്ടുന്നവരുണ്ട്, ഭസ്മം കിട്ടുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞു നേരെ നമ്മൾ കൊട്ടിയൂരപ്പനെ കണ്ടിട്ട് പോയി. ഇവിടെ പോയ സമയത്ത് അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് കുളിച്ചിട്ടാണ് നമ്മൾ കൊട്ടിയൂരപ്പനെ കാണാൻ വേണ്ടി പോയത്. എല്ലാവർക്കും അറിയാം കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതാണ്. ദക്ഷൻ്റെ യാഗത്തിന് സതീദേവി വരികയും സതീദേവി അപമാനിതയായിട്ട് സതീദേവി ആത്മഹത്യ ചെയ്ത സ്ഥലമായിട്ടാണ് കൊട്ടിയൂർ അറിയപ്പെടുന്നത്. ഞാൻ പോയ സമയം ഒരുപാട് ആൾക്കാരൊന്നുമില്ല, എങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൊട്ടിയൂരിൽ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം കാണാം. കൊട്ടേരിക്കാവുന്നതാണ് മുത്തപ്പ ക്ഷേത്രമാണ് കേട്ടോ. ഞാൻ ഇതുവരെ പക്ഷേ കൊട്ടിയൂർ പോയിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് കൊട്ടേരിക്കാവിൽ കയറുന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് മുത്തപ്പൻ്റെ പ്രസാദമൊക്കെ കിട്ടി, അവിലും അതുപോലെ തേങ്ങയൊക്കെ കിട്ടി. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ ഇക്കരെ കൊട്ടിയൂർ വന്ന് തൊഴുതു. ഇവിടെയും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ശേഷം നേരെ നമ്മൾ KSRTCക്ക് തന്നെയാണ് തലശ്ശേരിയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇതുവരെ വരാതെ ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും കൊട്ടിയൂർ വരണം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഉത്സവം ജൂൺ 30 വരെ മാത്രം, 30 ഉച്ച വരെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.